ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്താ പറയേണ്ടതെന്നും എങ്ങനെ തുടങ്ങേണ്ടതെന്നും. ഒരു ചമ്മലുണ്ട് ശരിക്കും. അതുപോലെ എൻ്റെ വോയിസ് എനിക്കെന്നെ കേൾക്കുമ്പോൾ ഒരു ചമ്മലാണേ. ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. ഇന്ന് ഞാൻ ലീവ് എടുത്തിരുന്നത് തന്നെ കുറച്ച് ബെഡ്ഷീറ്റ് അലക്കി ഉണക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെടി നടാനും പച്ചക്കറി നടാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഒന്നും ഇന്ന് നടക്കും തോന്നുന്നില്ല. ഈ മഴ ഇങ്ങനെ തുടരുവാണെങ്കിൽ പിന്നെ എങ്ങനെ നടക്കുന്നത്? ഇന്നലെ പക്ഷെ രാത്രിയിലെ മഴ മാത്രമല്ല, ഇടി മിന്നലൊക്കെ ഉണ്ടായിരുന്നു. പകൽ പക്ഷേ മിന്നലൊന്നുമില്ല കേട്ടോ. എന്തായാലും മഴ നനഞ്ഞതൊന്നും ചെയ്യാനെ കൊണ്ട് വയ്യ. വെറുതെ എന്തിനാ പനി പിടിപ്പിക്കുന്നത്? എന്നാൽ പിന്നെ അലമാരയിലെ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വെച്ചു. അലമാരയിലെ തുണിയെല്ലാം എടുത്ത് പുറത്തിട്ടേക്കുക. അതിനിടയിൽ കിച്ചൂട്ടൻ വന്ന് അടുത്തിരിപ്പുണ്ട്. അവൻ വന്നിരിക്കുന്നതന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നുമല്ല, കഷിക്ക് മൊബൈൽ കാണാൻ വേണം. അതിനാണ് ഇവന് മൊബൈൽ കൊടുത്ത് കണ്ടിട്ട് മോൾ ഒച്ചപ്പാടാക്കുന്നുണ്ട്. അമ്മ എനിക്ക് മാത്രം തരത്തില്ല, അമ്മയുടെ മോന് മാത്രമേ കൊടുക്കുള്ളൂ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഈ കുഞ്ഞു പിള്ളേരുടെ തീരെ ചെറുതായിട്ടിരിക്കുമ്പോഴുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, ചില ഡ്രസ്സ് എല്ലാം അല്ലേ, ഈ സാരിയൊക്കെ ഇല്ലേ, ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. മോൾക്ക് 2-3 വയസ്സുള്ളപ്പോൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിനൊന്നും ഒരു കേടുപാടും പറ്റിയിട്ടുമില്ല. അങ്ങനത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാനെടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഒരു വലുതായി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമല്ലേ. എനിക്കിഷ്ടം അതൊക്കെ എടുത്ത് വെക്കാൻ. ഇതാ മോൻ്റെ കൂടെ ഇരുന്ന് മൊബൈൽ കാണാനും അടിയാക്കാനുമായിട്ട് മോള് വന്നിരിപ്പുണ്ടേ. മൊബൈൽ കാണാൻ പിന്നെ അവർ രണ്ടെല്ലാം നല്ല ഐക്യം ഉണ്ടാവുക. പിന്നില്ലേ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം പറയാനാണേ. ഇപ്പം മഴക്കാലം തുടങ്ങി പിള്ളേർക്കൊക്കെ പനിയൊക്കെ പിടിക്കുന്ന സമയമാണ്. ഹോസ്പിറ്റലിൽ ഭൂരിഭാഗം കാണുന്നൊരു കാര്യമാണ്, ഈ പിള്ളേരെ കാണിക്കാൻ കൊണ്ടുവരും OPയിൽ. മരുന്ന് കയ്യിലുണ്ടെങ്കിലും പിള്ളേർക്ക് കൊടുക്കില്ല. എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പനി കൂടിയിട്ട് ഫിറ്റ്സ് പോലെയൊക്കെ വന്നിട്ട് എമർജൻസിയിലേക്ക് എടുത്തോടി വരും. കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ടില്ല, ഡോക്ടറെ കാണിക്കുമ്പോൾ അന്നേരം പനി ഉണ്ടായില്ലെങ്കിലോ എന്ന് മരുന്ന് കൊടുത്താൽ. ഫിറ്റ്സ് വന്നാൽ കുഞ്ഞുങ്ങൾ എത്ര മാത്രം അത് ബാധിക്കുമെന്നറിയോ? ദയവായി നിങ്ങളാരും അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. എന്തായാലും തുണിയൊക്കെ മടക്കി കഴിഞ്ഞു. എന്നാൽ പിന്നെ പിള്ളേർക്ക് സ്കൂൾ തുറക്കാനായി. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ 27-ന് 28-ന് മറ്റോ സ്കൂൾ തുറക്കും. അപ്പോഴത്തേക്ക് ഇതൊക്കെ പൊതിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. ശരിക്കും എനിക്ക് ഒരു മടി പിടിച്ച പണിയായത്. എന്തായാലും ബുക്ക് കവറിട്ടേ പറ്റുള്ളൂ. മോന് പിന്നെ കളർ കോഡ് അനുസരിച്ചാണ് ബുക്കൊക്കെ കവറിടണ്ടേ. ഇതൊക്കെ നല്ല വൃത്തിക്ക് കവർ ചെയ്ത് ഒട്ടിച്ച്, എന്താ പറയുക, നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി കൊടുത്തു വിട്ടാലും മാക്സിമം 1 മാസം 2 മാസം ആ വൃത്തിയിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം ഗോവിന്ദ. വലുതായി കഴിഞ്ഞാൽ അതൊക്കെ സൂക്ഷിച്ച് വെക്കുമായിരിക്കും കുറച്ചും കൂടി വലുതായാൽ. പക്ഷെ എനിക്കിത് മടിയുള്ള പണിയാണേ. ഇപ്പോഴേ പിന്നെ അതൊക്കെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ സ്കൂൾ തുറക്കുമ്പോൾ അതൊന്നും നോക്കണ്ടല്ലോ. എന്തായാലും ഉച്ചയാവാനായി. പിള്ളേരുടെ ആണെങ്കിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും, അത് കേൾക്കുന്നുമില്ല. രണ്ടിനും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. മോൻ പിന്നെ മൊബൈൽ കിട്ടിയാലോ അല്ലെങ്കിൽ TVൻ്റെ മുമ്പിൽ ഇരുന്നാലോ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാനും പറഞ്ഞു. അതിൻ്റെ വാശിക്ക് അവിടെ കഴിക്കാതെ ഇരിപ്പുണ്ടേ. എപ്പോഴും എങ്ങനെയാണ് മൊബൈലും TVയും കണ്ട് ഭക്ഷണം കൊടുക്കുന്നത്? ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനോ ആയില്ലേ? ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിപ്പുണ്ട്. മഴയ്ക്ക് ശക്തിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഉണ്ട്. മഴ ഇടയ്ക്കൊന്ന് കുറയും, അതേപോലെ ശക്തിയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതാ ഭക്ഷണം കഴിക്കാനിരുന്ന കിച്ചൂട്ടിൻ്റെ മുഖം കണ്ട.
ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വിടാത്തതിൻ്റെ ദേഷ്യത്തിലാണ് കക്ഷി കറിയൊന്നും എടുക്കാതെ പച്ച ചോറ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവൻ ഇടയ്ക്കിടെ നെറ്റ് പോയി ടി വിൻ്റെ മുമ്പിലിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം തീരും തോന്നുന്നില്ല. എന്തായാലും മഴ പെയ്യട്ടെ എങ്ങനെ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.